ഭർത്താവിനെ രക്ഷിക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ വലിയ നയങ്ങളൊന്നും അല്ലെങ്കിലും കൂടെ ഉള്ളവനെ കാലുവാരുക എന്നുള്ളതാണ് കോൺഗ്രസ് എപ്പോഴും ശീലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. പക്ഷെ എന്തോ ഈ BJP-യിൽ നിന്ന് വന്നതുകൊണ്ടാവും സന്ദീപ് വാര്യർ ആ നിലപാട് എടുത്തിട്ടില്ല. കോൺഗ്രസിനോടൊപ്പം ആണെന്ന് പറയുകയാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷിക്കാനുള്ള ഒരു നീക്കമൊക്കെ സന്ദീപ് വാര്യർ നടത്തുന്നുണ്ട്. അത് പറയാതിരിക്കാൻ കഴിയില്ല. സന്ദീപിന്റെ ഒരു ഫേസ് പോസ്റ്റ് ഒരു മണിക്കൂറിന് മുമ്പേ വന്നതാണ്. ആ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: ആ വിവാഹത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അവരുടെ വിവാഹബന്ധം 4 ദിവസം മാത്രമേ നീണ്ടു നിന്നുള്ളൂ എന്ന പെൺകുട്ടി ഉന്നയിച്ച വാദം ശരിയല്ല. മാസങ്ങളോളം അവർ തിരുവനന്തപുരത്ത് ഒരുമിച്ചുണ്ടായിരുന്നു. ഇത് സത്യമാണ്, എനിക്കറിയാവുന്നതാണ്. മാത്രമല്ല അവർ ഇപ്പോഴും വിവാഹമോചിതയല്ല, ഗുരുവായൂരിൽ താലി കെട്ടിയതാണ്. ഞാൻ അറിയാവുന്ന ഇത്രയും സത്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ കുറ്റബോധം എന്നെ വേട്ടയാടും, അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. ഇതുവരെ ആ പെൺകുട്ടി വിവാഹിതയാണെന്ന് വന്നിട്ടില്ല. ഒരു പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടം സ്നേഹിച്ച് പിന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. ഇതാണ് നമ്മൾ എല്ലാവരും കേട്ടത്. പക്ഷെ ഇന്നലെ മുതൽ രാഹുൽ ഈശ്വർ പറഞ്ഞത് മുതലാണ് ഇത് വിവാഹിതയാണെന്ന് ഉള്ള കാര്യം പുറത്തു വന്നത്. പിന്നീട് ഇന്നതാ സന്ദീപ് വാര്യർ പറയുന്നു ഇത് വിവാഹമോചിതയല്ല. അപ്പോ ഒരു വിവാഹത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഇപ്പൊ ഇന്നൊരു സ്ത്രീ പറയുന്നു വിവാഹിതയായ ഒരു സ്ത്രീക്ക് മറ്റൊരു പുരുഷനോടൊപ്പം പോകുന്നതിലോ സ്നേഹിക്കുന്നതിലോ കിടക്ക പങ്കിടുന്നതിലോ തെറ്റില്ല എന്നൊരു കുലസ്ത്രീ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ചോദിക്കുകയാണ്, രാഹുൽ മാങ്കൂട്ടം ഇതൊക്കെ ശരിയായി വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടം രക്ഷപ്പെടാനുള്ള സാധ്യതയല്ലേ ഏറുന്നത്? എന്ത് തോന്നുന്നു മാഷേ? അല്ലെ, രാഹുൽ മാങ്കൂട്ടം രണ്ടും ഒന്നു ഞാൻ എന്നാലും മാഷ് പറഞ്ഞു. അപ്പൊ രാഹുൽ എങ്ങനെ കോൺഗ്രസിനെ വിഴുങ്ങുന്നു എന്നുള്ളതാണല്ലോ പൊതുവെ പൊളിറ്റിക്കലായിട്ട് ഡിസ്കസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു വെച്ചാൽ രാഷ്ട്രീയമായിട്ട് ഇതിനകത്ത് ഉള്ള വിഷയം വേറെ, വ്യക്തിപരമായിട്ടുള്ള വിഷയം വേറെ, ധാർമ്മിക പ്രശ്നങ്ങൾ വേറെ, അങ്ങനെ പല തലത്തിലാണ് ഇത് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ വിവാഹിതയാണെങ്കിൽ മറ്റുള്ളവരുമായിട്ടൊക്കെ എന്താ ശാരീരബന്ധത്തിൽ ഏർപ്പെടുകയോ മറ്റു പല പരിപാടികളൊക്കെ നടത്തുന്നതിനും കുഴപ്പമില്ല എന്ന് സ്ത്രീകൾ പറയുന്നതിൽ നമുക്ക് വിരോധമൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. നമ്മുടെ സമൂഹം എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ നേതാവിനെ കാണുന്നത്? രാഷ്ട്രീയ നേതാവ് എങ്ങനെയായിരിക്കണം പ്രവർത്തിക്കേണ്ടത്, പെരുമാറേണ്ടത്? അതിൽ ഉള്ള തർക്കത്തിന് മാത്രമാണ് ഒരു MLA എന്ന നിലക്ക് രാഹുൽ മാങ്കൂട്ടം വിചാരണയ്ക്ക് വിധേയമാകേണ്ട കാര്യം അല്ലേ? അത് അവിടെ മാത്രമാണ് അതിൻ്റെ അകത്ത് പ്രശ്നങ്ങൾ ഉള്ളത്. മറ്റതെന്ന് പറയുന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ ജീവിക്കുക. സമൂഹത്തിന് സ്വീകാര്യമുള്ള കാര്യങ്ങൾ സമൂഹം സ്വീകരിക്കും, ഇല്ലാത്തത് എതിർക്കും. സമൂഹത്തെ വെല്ലുവിളിച്ചുകൊണ്ടൊക്കെ ആളുകൾ ജീവിക്കും. ഇതിൻ്റെയൊക്കെ ഒരു പരിണിതിയാണ് പുതിയ സമൂഹ നിർമ്മിതികൾ നടക്കുന്നത്. അതങ്ങനെ നടക്കട്ടെ. രാഷ്ട്രീയത്തിൽ എത്രത്തോളം ആകാം സ്ത്രീബന്ധങ്ങൾ, ആ വിഷയം വരുന്ന സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയാക്കപ്പെടുന്നത്. കോടതിയില്ല, ശിക്ഷയല്ല. ഇതിപ്പോൾ ഇവർ പറയുന്ന അനുസരിച്ച് കാര്യങ്ങളൊക്കെ നിൽക്കുകയും കേസെടുക്കുകയൊക്കെ ചെയ്താൽ ആ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് ജീവപര്യന്തം വരെ ശിക്ഷ കിട്ടാവുന്ന തരത്തിലുള്ള കേസുകളൊക്കെ ഞാൻ അത്തരം വിഷയങ്ങളല്ല സംസാരിക്കുന്നത്. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു MLA എങ്ങനെയായിരിക്കണം ഇത്തരം വിഷയങ്ങളിൽ ഇടപെടേണ്ടത്, എന്ത് നിലപാടാണ് അദ്ദേഹം എടുക്കേണ്ടത്? ആ നിലപാടിൻ്റെ കാര്യത്തിൽ മാങ്കൂട്ടം അപകടത്തിലാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ഇപ്പം ഞാനൊരു അധ്യാപകന് പോകാവുന്ന ഇടങ്ങൾ, പ്രവർത്തിക്കാവുന്ന കാര്യങ്ങൾ, അതിനൊക്കെ പരിമിതികളുണ്ട്, നിയന്ത്രണ രേഖകളുണ്ട്. ആ നിയന്ത്രണ രേഖകൾ അധ്യാപകൻ ലംഘിച്ചാൽ അധ്യാപകൻ വിചാരണ ചെയ്യപ്പെടും. സ്വാഭാവികമാണ്. സമൂഹത്തിൻ്റെ ഒരു ധാർമ്മിക ബോധത്തിൻ്റെയും സാമൂഹ്യ നീതിയുടെയും ഒക്കെ കാഴ്ചപ്പാടുകളിൽ നിന്നിട്ടാണ് അവരെ വിലയിരുത്തുന്നത്. ഇവിടെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം അതാണ്. അദ്ദേഹം ഒരു MLA ആയിരിക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം സ്ത്രീകളുമായിട്ട് അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ ഉണ്ടാകേണ്ടത് എന്ന്. ആ ബന്ധങ്ങളിൽ ഈ പറയുന്നതായ സംഘർഷമുണ്ടെങ്കിൽ ആ സംഘർഷങ്ങൾക്ക് തീർച്ചയായിട്ടും പരിഹാരം കാണുക എന്ന് പറയുന്നത് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഒരു ചുമതലയാണ്. അത് നിർവഹിക്കപ്പെടാതെ പോവുകയാണ് ചെയ്യുന്നത്. കാരണം മറ്റ് പല സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളൊക്കെ സന്ദീപ് വാര്യർക്ക് അത്തരം സമ്മർദ്ദങ്ങളൊന്നും ആ കാര്യത്തിലുണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ നിലപാട് പ്രഖ്യാപിച്ചു. കോൺഗ്രസിന് പക്ഷേ ഈ ഒരു നിലപാട് അവതരിപ്പിക്കാനായിട്ട് പറ്റും എന്ന് തന്നെയൊക്കെ തോന്നുന്നുണ്ട്. കോൺഗ്രസ് എങ്ങനെ ഈ കാര്യം അങ്ങനെ ഒരു നിലപാട് നേരത്തെ തന്നെ അവർക്കെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവരെന്തിനാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്ത് വെയിലത്ത് നിർത്തിയാൽ നിഴലത്ത് നിർത്തിയ എന്തിനാണ്? അത് പാർട്ടി പുറത്ത് നിർത്തിയത് മുഖം രക്ഷിക്കാനെന്നുള്ളത് അഭിപ്രായം മാത്രമേ എനിക്കുള്ളൂ. കാരണം മാഷെ ഇതില് ഇപ്പൊ മാഷ് പറഞ്ഞതുപോലെ ലോകത്താർക്ക് പ്രത്യേക പ്രിവിലേജ് ഒന്നുമില്ല. MLAക്കായാലും പ്രത്യേക പ്രിവിലേജ് ഇല്ല, അധ്യാപകർക്കായാലും പ്രത്യേക പ്രിവിലേജ് ഇല്ല, ഈ ഇരിക്കുന്ന മാധ്യമ പ്രവർത്തകർക്കായാലും പ്രത്യേക പ്രിവിലേജ് ഒന്നുമില്ല. ഇത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളും ഒരു മാധ്യമ പ്രവർത്തകയാണ്. ഒരു മാധ്യമ പ്രവർത്തകയും ഈ രാഷ്ട്രീയ നേതാക്കളെ പോലെ
ജനങ്ങളോടൊരു പ്രതിബദ്ധതയുള്ള ഒരാളാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നമ്മളിരുന്ന് പറയുന്നത് സത്യമാണെങ്കിലും കള്ളമാണെങ്കിലും അത് കേൾക്കാൻ നമുക്ക് തന്നെ കുറെ ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു കാര്യം ഇപ്പൊ നമ്മള് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ നമ്മളെ ഒരാളെ പരിചയപ്പെടുന്നു, നമ്മളെ ഒരാൾ സംസാരിക്കുന്ന അയാളുടെ ടോണ് മാറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ല അയാൾ എന്തിനാണ് നമ്മളോട് സംസാരിക്കുന്നത്. നമ്മൾ വിദ്യാഭ്യാസമുള്ള ഒരാളല്ലേ, നമുക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല. അയാളൊരു രാഷ്ട്രീയക്കാരനാണ്, അയാൾ കാര്യം കഴിയുമ്പോൾ മൂടും തട്ടി പോകും എന്നുള്ളത് ഈ കാലാകാലങ്ങളോളം വളരെ കുറച്ച് ശതമാനം നല്ല രാഷ്ട്രീയക്കാരെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ബാക്കിയെല്ലാം പെണ്ണ് കേസിലും അല്ലെങ്കിൽ മറ്റ് വീക്ക്നെസ്സുകളൊക്കെ ഉള്ള രാഷ്ട്രീയക്കാരന്മാരെയാണ് നമ്മൾ കണ്ടിട്ടുള്ളതൊക്കെ. സ്വാഭാവികമായിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെന്ന് ഒരാളോട് അതിപ്പോ രാഷ്ട്രീയക്കാരനല്ല, ഏത് സാധാരണക്കാരനെങ്കിൽ നമ്മളെ വീക്ക്നെസ് മറ്റൊരാളോട് പറയുമ്പോൾ ഒരു നല്ല മനുഷ്യൻ അല്ലെങ്കിൽ അത് വെച്ച് മുതലെടുക്കാനേ അയാൾ ശ്രമിക്കുകയുള്ളൂ. അല്ല, അത് മനസ്സിലാക്കാൻ ഒരു സ്ത്രീക്ക് കഴിവില്ലെങ്കിൽ ആ സ്ത്രീ അതിജീവിതം എന്ന് വിളിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അത് ശരിയാണ്, അതാ സ്ത്രീയുടെ ഒരു പ്രശ്നമാണ്, ആ വ്യക്തിയുടെ പ്രശ്നമാണ്. നമ്മൾ അതല്ലല്ലേ ചോദ്യം ചെയ്യുന്നത്. സോഷ്യൽ സ്പേസിൽ നിൽക്കുന്ന ഒരാൾ, പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ഒരാൾ ഇങ്ങനെ ചെയ്യാമോ? അങ്ങനെ ചെയ്യാൻ പാടില്ല. മാഷ് പൊളിറ്റിക്കൽ ഇതിൽ നിൽക്കുന്ന ഒരാൾ അങ്ങനെ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ഇപ്പുറത്ത് നിൽക്കുന്ന ഒരാളും പിന്നെ ആളുകൾ അറിയുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇയാൾ ചെയ്തിരിക്കുന്ന ഞാൻ പറയട്ടെ, ഇയാൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളുടെ കുഴപ്പം മറ്റേയാൾ കുഴപ്പക്കാരിയാണ് എന്നുള്ളതിന്റെ പേരിൽ തീരുന്നില്ല. കുഴപ്പക്കാരിക്കും കുഴപ്പക്കാരനും എന്താണ് അവരുടേതായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജ് അല്ല ഈ സമൂഹത്തിന്റെ സ്റ്റേജ് എന്ന് പറയുന്നത്. സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ രണ്ടുപേരും സ്വാഭാവികമായിട്ടും ഈ കാര്യത്തിൽ കുറ്റവാളികളാണെങ്കിൽ ആ രീതിയിൽ തന്നെ കാണേണ്ടി വരും. അല്ല, അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് അത് നമ്മൾ സ്വീകരിക്കുന്ന ഒരു സാമൂഹ്യ ഫ്രെയിമിന്റെയും സാമൂഹ്യമായിട്ടുള്ള ധാർമ്മികതയുടെയും പ്രശ്നത്തിന്റെ പേരിലാണ്. മനസ്സിലായി? അങ്ങനെ മാത്രമാണ് നമ്മൾ ഈ വിഷയത്തെ കാണുന്നതെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ. മറ്റു വേറൊരു വിഷയമാണ്. ഞാൻ ഒരു കാര്യം നമ്മളിത് അനന്തമായിട്ട് തർക്കിച്ച് നീട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമില്ല. ഇപ്പോഴും രാഹുലിന് രക്ഷപ്പെടാം, അതുപോലെ തന്നെ ഇതിലൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത് അവർ ഡിവോഴ്സായി കഴിഞ്ഞു എന്നാണ്. അതാണിപ്പോൾ സന്ദീപ് വാര്യർ ഖണ്ഡിച്ചിരിക്കുന്നത്. എന്തായാലും ഡിവോഴ്സ് അല്ലെങ്കിൽ അവർ ഡിവോഴ്സ് ചെയ്യുക, ഇത്രയും മാത്രം പുറത്തു വന്ന സ്ഥിതിക്ക് ഇവർ ഡിവോഴ്സ് ചെയ്യുക. ഒപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. സന്ദീപ് വാര്യർ നമ്മുടെ വിശ്വാസം. സന്ദീപ് വാര്യർ പോയതായിട്ട് പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് സന്ദീപ് വാര്യർ എനിക്കൊരു അബദ്ധം പറ്റി, രാഹുൽ മാങ്കൂട്ടം അതെ സന്ദീപ് വാര്യർ അല്ല രാഹുൽ മാങ്കൂട്ടം, നന്ദി. അപ്പൊ രാഹുൽ മാങ്കൂട്ടം ആള് ഗുരുവായൂർ കല്യാണത്തിന് ഇങ്ങനെ ആള് മാറി പോകാറുണ്ട്, അത് പറയരുത്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉറപ്പാണല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സ്ത്രീയെ സ്വീകരിക്കണം. എനിക്കൊരബദ്ധം പറ്റി, ആ അബദ്ധത്തിൽ നിന്ന് ഞാൻ പശ്ചാത്താപം കൊണ്ട് നിന്നെ ഞാൻ ഹൃദയഭാരത്തോടു കൂടി സ്വീകരിക്കുന്നു. അത് ഞാനല്ല പറയുന്നത്, ഒരുപാട് പേര്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, പക്ഷെ ഡിവോഴ്സ് ഉണ്ടാവണം. ആ പുരുഷനെ ഇങ്ങനെ വഞ്ചിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഭർത്താവ് ഇതുവരെ രംഗത്ത് വന്നിട്ട് ഞാൻ പറയുന്നത് ഇതിനകത്ത് ഒരു പൊളിറ്റിക്കൽ സ്പിയറിൽ എങ്ങനെയാണ് നമുക്ക് വായിക്കേണ്ടതെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ മാഷിനോട് ഞാനൊരു ചോദ്യം ചോദിക്കാം. എത്ര ശശിമാരാണ് CPM ഇരിക്കുന്നത്? മുകേഷ് MLA നിയമസഭയിൽ MLA ആയിരിക്കുന്നില്ലേ? ഈ രാഷ്ട്രീയ ധാർമ്മികത അവിടെ ബാധകമല്ലേ? നിങ്ങൾ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ മോശക്കാരനാണ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രത്യേകതയായിട്ടാണ് അപ്പോൾ ഞാൻ കണക്കാക്കുന്നത്. അപ്പൊ മുകേഷോ അല്ലെങ്കിൽ ശശിയോ ഇവരൊക്കെ കുറ്റക്കാരാണ്. അവര് കുറ്റക്കാരായതിന്റെ പേരിൽ ഇയാൾ ന്യായീകരിക്കപ്പെടുന്നില്ല, പെടാൻ പാടില്ല. നമ്മുടെ രാഷ്ട്രീയത്തിന്റെ സ്വഭാവം മറിച്ചാണ്. ഒരുത്തൻ കട്ടു, അവൻ കട്ടപ്പോ ഞാൻ 1 ലക്ഷമല്ലേ കട്ടത്, നിന്റെ അപ്പൻ 10 ലക്ഷം കട്ടില്ലെന്ന് ചോദിക്കും. അങ്ങനെയാണോ ചോദിക്കേണ്ടത്? കളവായിട്ട് കണക്കാക്കുക, അഴിമതിയായിട്ട് കണക്കാക്കുക. ദുർനടപ്പ് പീഡനത്തിലേക്ക് ഞാൻ പോകുന്നില്ല, ദുർനടപ്പായിട്ട് കണക്കാക്കുക. ഇത് ദുർനടപ്പാണ്. അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ട് അത് അങ്ങനെ കാണാനേ പാടുള്ളൂ. തരുന്ന ഒരാളെ ഞാൻ മറ്റേ പീഡനത്തിലേക്കും മറ്റോ കാര്യത്തിലേക്കും പോകുന്നില്ല. ഇതൊരു ദുർനടപ്പാണെന്ന് വല്ല സംശയം ഇല്ല. ദുർനടപ്പുകളിലെ ഇത് ആദ്യത്തേതുമല്ല അവസാനത്തേതുമല്ല. ദുർനടപ്പുകൾ ഇങ്ങനെ നടക്കുന്നു, നമ്മളിങ്ങനെ കാണുന്നു. രാഹുൽ മാങ്കൂട്ടം ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. ഇത് കേരളമാണ്. എത്രയൊക്കെ മൂടി വെക്കാൻ ശ്രമിച്ചാലും ചില ദുർനടപ്പുകൾ പുറത്തു വരും. അത് സ്വാഭാവികമാണ്. അത് അതിന്റെ എല്ലാ പാരമ്പര്യതയിലും പുറത്തു വരും. അതുകൊണ്ട്
ഇനിയുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്മാർ ദുർനടപ്പ് നടത്തുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. സ്ത്രീകളാണ് നടത്തണമെന്ന് അല്ല നടത്താതിരിക്കില്ലല്ലോ, സ്വാഭാവികമായും നടത്തും. ഭാഷ പറഞ്ഞ അങ്ങനെ ആ സ്പിരിറ്റിലാണ് ഇത് ഉണ്ടാവരുതെന്നുള്ള ധാർമ്മിക ബോധത്തോടു കൂടിയാണ്. അല്ല അതല്ല അധ്യാപകന്റെ നമ്മളിങ്ങനെ നമ്മുടെ രാഷ്ട്രീയം അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അഴിമതിക്കാരും ദുർനടപ്പുകാരും ഒക്കെ നടത്തുന്ന ഒരു പ്രക്രിയയും പ്രവർത്തനമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം മാറ്റിക്കൊണ്ടിരിക്കുന്നവരല്ലേ. അത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. മാഷിനോട് അവസാനം ഒരു സംശയമാണ്, വിദ്യാർത്ഥിയുടെ സംശയമാണ്, അധ്യാപകനല്ലേ. ഈ ജൻ സി എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയ ധാർമ്മിക മൂല്യങ്ങൾ എന്ന് പറയുന്ന ലക്ഷ്മണ രേഖകളുണ്ടല്ലോ, അവിടെ നിന്ന് നിൽക്കുന്ന രീതിയിലല്ല ഇപ്പോൾ പോയിക്കോ. ക്ലാസ്സിൽ തന്നെ മാഷിന് അഭിനയവും കാണും. ആൺകുട്ടികളും പെൺകുട്ടികളും ചേർന്നിരിക്കാതെ പ്രത്യേക സ്കൂളുകൾ പഠിച്ചിരുന്നത് മാറി ഇടകടർന്ന ശരീരത്തൊക്കെ മുട്ടി. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മാറിയിട്ടില്ലേ? മാറി. വളരെ ജൻസിയുടെ കാര്യം കുട്ടികൾ ശരിയാണ്, വഴി കൂടെയൊക്കെ ആണും പെണ്ണൊക്കെ എങ്ങനെ കെട്ടിപ്പിടിച്ച് നടക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. നിങ്ങളെല്ലാവരും കൂടെ ഇതൊക്കെയാണ് നമ്മുടെ ജീവിത രീതി എന്നങ്ങ് പറഞ്ഞു. ഞങ്ങൾ സമ്മതിക്കാം, ഒരു പ്രശ്നമില്ല. ഇങ്ങനെയാണ് നമ്മുടെ സമൂഹം. രാഷ്ട്രീയക്കാരും ഇങ്ങനെയൊക്കെ ചെയ്യണം, കണ്ട സ്ഥലങ്ങളിലൊക്കെ കയറി നടക്കണം, കാസിനോളാവണം. ഇതൊക്കെയാണ് നമ്മുടെ സമൂഹത്തിന്റെ പ്രവർത്തനം എന്നൊക്കെ എല്ലാവരും കൂടി തീരുമാനിച്ച തർക്കത്തിന് പ്രസക്തിയില്ല. അവസാനമായിട്ട് എപ്സ്റ്റീൻ കേസിലെ പ്രതിയാണ് അമേരിക്ക. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായ ശക്തമായ രാജ്യമായിട്ടുള്ള സാമ്പത്തിക ശക്തിയായ അമേരിക്ക. എപ്സ്റ്റീൻ കേസ് എന്ന് പറഞ്ഞാൽ പോക്സോ കേസ്, നമ്മുടെ രാജ്യത്തെ പോക്സോ കേസിന് തുല്യമായ കേസിലെ പ്രതിയാണ്. ഒരു നാണവും ഇല്ലാതെ അദ്ദേഹത്തിന് തന്നെ അറിയാവുന്ന വെളിപ്പെടുത്താൻ ഏത് വിഷയവും പറ്റാമായിരുന്ന ഒരു കേസിലെ പ്രതിയായിട്ട് അമേരിക്ക ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അപ്പൂപ്പൻ രാഹുൽ മാങ്കൂട്ടമൊക്കെ എന്ത്